അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു, ഇനി തീർത്തിട്ടേ കാര്യമുള്ളൂ. കാരണം കഴിഞ്ഞ രാത്രികളിൽ ടെഹ്റാൻ കത്തിച്ചു, അല്ലെ ടെഹ്റാനിലെ എണ്ണപ്പാടങ്ങൾ കത്തിച്ചു. അതിന് 2 ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു. പ്രതിരോധ സംവിധാനം ആദ്യമേ തകർത്തു. അതിന് ഈ ലോഞ്ച് പാഡുകൾ, മിസൈൽ ലോഞ്ച് പാഡുകൾ, ഡ്രോൺ പാഡുകളൊക്കെ തകർത്തു. പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, നെറ്റും ഒക്കെ തകർത്തിട്ടിരിക്കുക. അതായത് ഏതാണ്ട് നശിപ്പിച്ചു ഇറാനെ. എന്നിട്ടും ഇറാൻ തിരിച്ചടിക്കുന്നു. കാരണം ഇറാൻ അത്ര വലിയ രാജ്യമാണ്, അവരുടെ ആയുധ ശേഖരം അത്ര വലുപ്പത്തിലാണ്. ഇതേ നാണയത്തിൽ ഇറാനെ അടിച്ച അതേ നാണയത്തിൽ ഇറാൻ തിരിച്ചടിച്ച് തുടങ്ങി. അതായത് ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടേതും അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടേതിലും ഒക്കെ തകർത്തു. അതിനു മുമ്പ് ഒരു 1.1 ബില്യൻ്റെ ഒരു ഖത്തറിലുണ്ട്, അല്ല ബഹറിൽ ഖത്തറിലുള്ള റഡാർ സംവിധാനം 5000 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതും ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്ന അറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഇത് തകർക്കുന്നു. അമേരിക്കൻ വിമാനങ്ങൾ സ്വന്തം കൈകളാൽ തന്നെ റഡാർ സംവിധാനത്തിൻ്റെ തകരാറ് കൊണ്ട് തറയിൽ വീഴുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം GCC രാജ്യങ്ങൾ വ്യാപക അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം കുവൈറ്റിൽ 2 പട്ടാളക്കാർ മരിക്കുന്നു, ദുബായിൽ പാകിസ്ഥാനി മരിക്കുന്നു. അതായത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പം നമ്മൾ അവിടെ 2 കപ്പലുകളാണ് കിടക്കുന്നത്. ഒന്ന് എബ്രഹാം ലിങ്കനും ഒന്ന് ജെറാൾഡ് ഫോർഡ്. ഇത് 2 കപ്പലെന്ന് പറഞ്ഞാൽ 2 രാജ്യമാണ്, അത്രയ്ക്ക് വിശാലമായിട്ടുള്ളതാണ്. ഇപ്പം വീണ്ടും ഒരു കപ്പൽ കൂടി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അതായത് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് വന്നു. ജോർജ് W. ബുഷ് അല്ലേ അതിന്റെ കപ്പൽ. ഇതിന്റെ അറിഞ്ഞിടത്തോളം 2 വന്ന് കിടക്കുന്നത് ഭീമാകാരൻ 2 കപ്പലുകളാണ്. ഇനിയും വരുന്നത് അതിനെക്കാട്ടി ഭീമാകാരനാണ്. ഏതാണ്ട് 4.5 ഏക്കറാണ് അതിന്റെ വിസ്തൃതി, ഡെക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തോ കപ്പലെന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ടോക്കിനകത്ത് പറഞ്ഞത്, ബാക്കി ഓരോ രാജ്യങ്ങളുടെയും കപ്പലെന്ന് പറയുന്ന സാധനം നമ്മുടെ പായ്ക്കപ്പൽ പോലെയല്ലേ ഇതിനകത്തെയും. ഈ ജോർജ് W. ബുഷൊക്കെ ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ ഏതാണ്ട് 25-30 കൊല്ലം കഴിഞ്ഞ് ഇന്ധനം നിറച്ചാൽ മതിയെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കരുതൽ ആലോചിച്ചോണം. അപ്പം ഇതിനകത്ത് ഇനിയുള്ള ആക്രമണം, ഇപ്പോഴും അമേരിക്ക ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇസ്രായേലിൻ്റെ വട്ടം കപ്പലടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ സുരക്ഷിതമാക്കിക്കൊണ്ട് ഇറാനെ തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോക്കാണ്. കാരണം ഇപ്പോഴും ഇറാൻ വെല്ലുവിളിക്കുന്ന ഇറാൻ എന്തോ കരുതിയിട്ടുണ്ട്, അത് ലോകനാശത്തിനാണ്. ഇനിയും ഇറാനെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഒക്കെ അനുസരിക്കുന്ന ഒരു ഇറാൻ ആക്കിയില്ലെങ്കിൽ, പഴയ ഇറാൻ ആക്കിയില്ലെങ്കിൽ ഇത് ലോകത്തിന് നാശമാണ്. അതാണ് ഇപ്പം ഇറാൻ കാണിക്കുന്ന സ്വഭാവം. ഇങ്ങനെ സങ്കല്പിച്ചിരുന്നു, അങ്ങനെ അല്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇറാനെ അതിൻ്റെ ഇപ്പോഴത്തെ ആ രീതിയിൽ നിന്ന്, ഇപ്പോഴത്തെ ഇറാനെ നയിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മറ്റൊരു മാറ്റത്തിലെ പഴയ പേർഷ്യ 78-ന് മുമ്പുള്ള പേർഷ്യയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഇറാൻ ലോകനാശത്തിന് കാരണമാകും. അല്ലെങ്കിൽ ഇറാനിൽ ഭരിക്കുന്നവരുടെ സങ്കല്പം ഇവിടെയല്ല ജീവിതം, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഏകദൈവ വിശ്വാസമില്ലാത്തത്, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത മൊത്തം ആൾക്കാരെ തീർക്കണം എന്നുള്ളൊരു സങ്കല്പം ഇപ്പോഴത്തെ ഷാ ഭരണകൂടത്തിനുണ്ട് എന്ന് വേണം വ്യക്തമാക്കി പറയാൻ. അപ്പോൾ അത് ലോകനാശത്തിനാണ്. അപ്പോൾ ഇറാനെ തീർത്തേ മതിയാകൂ, തിരുത്തിയേ മതിയാകൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ആണവ അന്തർവാഹിനിയാണ് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടത്. അതായത് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ഇത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ, അതായത് ജിബ്രാൾട്ടർ കടലിടുക്ക് കഴിഞ്ഞിട്ട് ഇതിപ്പം മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് എത്തി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേലിനെ സംരക്ഷിക്കാനാണ് ജോർജ് W. ബുഷ് എന്ന് പറയുന്ന 3ാമത്തെ ആണവ അന്തർവാഹിനി ഇറങ്ങുന്നത്. അതായത് ഇറാനെതിരെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ആണവ അന്തർവാഹിനികൾ നിരന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊന്നും ഇറാൻ ഉണ്ടാവില്ല. ഈ ജോർജ് W. ബുഷ് എന്ന് പറയുന്ന ഈ ആണവ അന്തർവാഹിനി അന്തർവാഹിനിയല്ല, വിമാനവാഹിനി കപ്പൽ അവിടേക്ക് വരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഫ തുറമുഖത്തേക്കാണ് ഇതിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ നിലവിൽ ചെങ്കടലിലാണുള്ളത്. അപ്പോൾ ഹൈഫ തുറമുഖത്തേക്ക് വരുന്ന എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപ്പലിൻ്റെ നമുക്ക് സംശയിക്കും. അതായത് ഹൈഫ തുറമുഖത്ത് ഇത്രയും കാലം ഇസ്രായേലിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിരുന്നു. ഈ വിമാനവാഹിനി കപ്പൽ നേരെ ചെങ്കടലിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടേക്ക് ജോർജ് W. ബുഷ് എന്ന് പറയുന്ന 3ാമത്തെ വിമാനവാഹിനി കപ്പൽ വരുന്നു. ഈ വിമാനവാഹിനി കപ്പൽ യുദ്ധത്തിന് തയ്യാറാകുന്ന രീതിയിൽ സൈനികരെയൊക്കെ തന്നെ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി മാർച്ച് 5-ന് തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇതുകൂടെ വന്നതോടുകൂടി ഇനി വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ശക്തമാകുന്നു. അതായത് അമേരിക്ക ആദ്യ ദിനങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 3000-ഓളം കേന്ദ്രങ്ങളാണ് ഇറാൻ്റെ തകർത്തത്. കൂടാതെ അവിടുത്തെ ഏതാണ്ട് 40ഓളം കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം
ആക്രമണം നടത്തി. 40ഓളം കപ്പലുകൾക്ക് കേടുപറ്റുകയോ അല്ലെങ്കിൽ കടലിലേക്ക് മുങ്ങിപ്പോവുകയോ ചെയ്തു. അതുകൊണ്ട് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർക്കാനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇനി വ്യോമ മേഖലയിൽ ആക്രമണം നടത്തിയാൽ ഇറാന് തടുക്കാൻ പറ്റില്ല. അതാണ് ഇവരുടെ ലക്ഷ്യം. ആ സമയത്താണ് ഇറാൻ്റെ പ്രോക്സിയായ ഹൂത്തികൾ യമൻ കേന്ദ്രീകരിച്ച് ഇവിടെ വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹോർമൂസ് കടലിൽ അടച്ചേക്കുക. ഹോർമൂസ് കടലിൽ അടച്ചേക്കുന്നതുകൊണ്ട് അതുവഴി ഇനി കപ്പൽ ഗതാഗതം പറ്റില്ല. നമ്മുടെ 27 കപ്പൽ വരെ തടഞ്ഞിട്ടു. അതോടുകൂടി എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകളൊക്കെ തന്നെ ഇപ്പോൾ സൂയസ് കനാൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ സൂയസ് കനാൽ വഴി പോകുമ്പോൾ അതിനെ യമൻ തീരത്ത് വെച്ച് ആക്രമിക്കാൻ ഹൂത്തികൾക്ക് സാധിക്കും. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഈ ജെറാഡ് ഫോർഡ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ അങ്ങോട്ട് നീങ്ങി. അങ്ങനെ ജെറാഡ് ഫോർഡ് അങ്ങോട്ട് നീങ്ങുന്നു, ഇപ്പുറത്തേക്ക് ഈ ജോർജ് W. ബുഷ് വരുന്നു. ഇപ്പോൾ നമുക്കറിയാലോ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരിലാണ് അമേരിക്ക ഈ വിമാനവാഹിനി കപ്പലുകൾക്കൊക്കെ പേരിടുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അവിടെ വരുന്നത്. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ നിലകൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ആ മേഖലയിലാണ്, ഗൾഫ് സമുദ്രത്തിലാണ്. ആ സമുദ്ര മേഖലയിൽ നിന്ന് GCC മേഖലയെ സംരക്ഷിക്കാം. ജെറാഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ വരുമ്പോൾ ആ കപ്പൽ ചെങ്കടലിൽ പോയി ഹൂത്തികൾക്കെതിരെ പോരാടും. ഇപ്പോൾ ജോർജ് W. ബുഷ് എന്ന് പറയുന്ന 3ാമത്തെ വിമാനവാഹിനി കപ്പലാണ് ഇനി ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാൻ പോകുന്നത്. അതായത് 2ാം ലോക മഹായുദ്ധത്തിൽ നാവികസേനയുടെ വൈമാനികനായിരുന്നു ജോർജ് W. ബുഷ്. അദ്ദേഹം പിന്നീട് അമേരിക്കയുടെ 41ാമത്തെ പ്രസിഡന്റായി. ആ പേരുള്ള വിമാനവാഹിനി കപ്പലിൽ ഏതാണ്ട് 5000ഓളം സൈനികരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി ഫുൾ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 1,00,000 ടണ്ണിലധികമാണ്. മാത്രമല്ല 1092 അടിയാണ് ഇതിൻ്റെ മൊത്തം നീളമെന്ന് പറയുന്നത്. കൂടാതെ ഇത് 2 ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് 4 സ്റ്റീമുകളുടെ ഈ ടർബൈനുകൾക്ക് പവർ നൽകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 30 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് എത്താം. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പവർഫുള്ളായ ജോർജ് W. ബുഷ് കൂടി എത്തുന്നതോടുകൂടി ഇറാൻ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഗൾഫ് സമുദ്രമേഖലയിൽ ജെറാഡ് നേരെ ചെങ്കടലിലേക്ക് വരുന്നു, ഇത് ഹൈഫ തുറമുഖത്തേക്ക് വരുന്നു. 3ഉം കൂടെ നിരന്ന് നിന്നിട്ട് അവിടെ നിന്ന് വ്യോമസേനയുടെ ആക്രമണം, അതായത് വിമാനവാഹിനി കപ്പലായതുകൊണ്ട് ആക്രമണം വളരെ ശക്തമായിരിക്കും. ഈ ആക്രമണത്തെ ഇവർക്ക് ചെറുക്കാനായിട്ട് കഴിയില്ല. ശരിക്കും ഈ അമേരിക്ക ഇസ്രായേലിനോട് തുടങ്ങി വെച്ച ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ആദ്യത്തെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കപ്പലുകൾ ചെങ്കടലിൽ, ഗൾഫ് കടലിൽ, ഈ മെഡിറ്ററേനിയൻ സീയൊക്കെ കടന്നു വരുന്നു എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇറാൻ്റെ പ്രോക്സികളായ ഹൂത്തികൾക്ക് യമനിൽ നിന്ന് പൊങ്ങാനുള്ള അവസരം ഉണ്ടാക്കരുത്, അവരെയും തീർക്കാനായിട്ട് നീങ്ങുകയാണ്. മാത്രമല്ല ഈ ജോർജ് W. ബുഷ് നേരത്തെ സിറിയയിലും ഇറാഖിലും IS-നെതിരായിട്ടുള്ള ആക്രമണത്തിൽ പങ്കെടുത്തു. ചുരുക്കം പറഞ്ഞാൽ 2025 ജൂൺ മുതൽ കഴിഞ്ഞ 240 ദിവസമായിട്ട് കടലിൽ വിശ്രമമില്ലാതെ ജോലിയെടുക്കുകയാണ് ഈ ജോർജ് W. ബുഷ്. അപ്പോൾ അതിനകത്ത് സൈനികരുടെ അവസ്ഥ ആലോചിക്കുക. അവർ തുടർച്ചയായിട്ട് അപ്പം സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അതൊന്നും പ്രശ്നമാക്കാതെ യുദ്ധത്തിലേക്ക് ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ യമൻ വഴി പോകുന്ന കപ്പലുകളെ തടയുക എന്ന ലക്ഷ്യവുമായിട്ട് എന്തെങ്കിലും നീക്കം ഇറാൻ നടത്തിയാൽ 3 വിമാനവാഹിനി കപ്പലും സുസജ്ജമാണ്. ഇറാനെ കത്തിച്ച് തീർക്കാൻ എളുപ്പം. കാരണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനില്ല, ഉണ്ടായിരുന്നത് ചൈനയുടെ, അതൊക്കെ ഇല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നല്ലേ. അപ്പം 3 വിമാനവാഹിനി കപ്പലിൽ ഈ 3ഉം ആണവ വിമാനവാഹിനി കപ്പലാണ്. മാത്രമല്ല ഈ ജോർജ് W. ബുഷും എബ്രഹാം ലിങ്കണും നിമിറ്റ്സ് ക്ലാസ് കപ്പൽ എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയുടെ 10ാമത്തതും അവസാനത്തതുമായ നിമിറ്റ്സ് ക്ലാസ് കപ്പലാണിത്. ഈ കപ്പലിൽ നിന്നുള്ള ആക്രമണത്തെ ഇറാന് തടുക്കാൻ കഴിയുമെന്ന് സംശയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായി, ഇറാൻ തീർന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അതെ, ഇറാൻ തീർന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറാൻ തീർന്നു. തീർക്കാതെ മാർഗ്ഗമില്ല. ഇറാനെ ഇനിയും കഴിഞ്ഞ ഒരു യുദ്ധം അവസാനം 13 ദിവസത്തെ യുദ്ധം B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇവർ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് പറഞ്ഞപ്പം തിരിച്ചു വന്ന നമ്മൾ പറയത്തില്ലേ, വേറെ വല്ലോ തകർത്ത്, സാധാരണ ഭാഷയെ പറയും, അതിനെ തൊടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം, ഞങ്ങളത് വീണ്ടും തുടർന്നിരിക്കുന്നു. അപ്പം ഇറാൻ അത്ര മോശമല്ല. ഇറാൻ്റെ ഇതുവരെ ഒരു 30 കൊല്ലത്തെ പരിശ്രമം തന്നെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശേഖരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ മനസ്സിലായി, അതനുസരിച്ച് നീങ്ങിയാവും. അല്പം പ്രയാസപ്പെടേണ്ടി വരും, എന്നാലും അത് സാധിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് ഇസ്രയേലും അമേരിക്കയും നിൽക്കുന്നത്. ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നു അവിടെ സ്വാതന്ത്ര്യം ഉടനെ കൊണ്ടാടും ജനങ്ങളോട്, അത്തരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പം ഇറാൻ തീർന്നിരിക്കുന്നു. അത് തന്നെ സിനു പറഞ്ഞു. ഈ ജോർജ് W. ബുഷ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ കൂടി വരുന്നതോട് അത് എത്തിയിട്ടില്ല, അത് എത്താൻ പോകുന്നത് എന്തായാലും ഒരു 4 ആഴ്ചക്കുള്ളിൽ എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ മാർച്ച് 5 തന്നെ അതിൻ്റെ തയ്യാറെടുപ്പെല്ലാം പൂർത്തിയായതുകൊണ്ട് ഈ പറയുന്ന ദിവസം കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കപ്പലെത്തിയാൽ ഇറാന്റെ സർവനാശം അതോടുകൂടി തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.